അളിയാ, നീ എന്തോ പറഞ്ഞു വന്നായിരുന്നല്ലോ. എന്ത്? നീ അനന്യയുടെ ചേട്ടനാണെന്ന് പറയുമ്പോ എന്റെ അളിയനാവില്ലേ? അളിയാന്നൊക്കെ ആവശ്യമില്ലാതെ വിളിച്ച് കൊന്നുകളയും ഞാൻ. എന്നെ കൊന്നേക്ക്. എന്തിനാ എന്നെ ജീവനോട് ബാക്കി വെച്ചിരിക്കുന്നേ? രാഖി, മിണ്ടാതെ അകത്തേക്ക് പോകാൻ പറ. വിദ്യ, നീ അവനകത്തേക്ക് കൊണ്ടുപോ. നിങ്ങൾ ഇങ്ങ് വന്നേ, ചേച്ചി ഭയങ്കര ദേഷ്യത്തില. നീ ഇവിടെ ഇരിക്കളിയാ, നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോവാന്നേ. വീണ്ടും അളിയാന്ന് വിളിക്കുന്നോ? ഇത് ശരിയാവും തോന്നുന്നില്ല. നിങ്ങൾ അകത്തേക്ക് വന്നേ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. എന്തിനാ അവനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ, നിനക്ക് സമ്മതിച്ചൂടെ? അത് ഈ ജന്മത്തിൽ നടക്കാത്ത കാര്യമാണ്. ഇങ്ങനെ പറയുന്നവരാ. നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പിന്നീട് പറയുന്നേ. അല്ലെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ രണ്ടുപേരും എന്നായാലും ഒന്നാവും. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ, നിങ്ങളെ രണ്ടുപേരും കണ്ടപ്പോ എനിക്കെന്തോ അങ്ങനെ തോന്നി, അല്ലാതെ വേറൊന്നുമില്ല. എന്ന് വാ, നമുക്ക് ഉറങ്ങാം. ഞാൻ പായ വിരിക്കാം. ഇനി എത്ര തവണ വണ്ടി ഓടിക്കേണ്ടി വരുമോ എന്തോ. പരമേശ്വര, ഒന്ന് പതുക്കെ ഓടറാ. നീങ്ങ വന്നേ. എന്താ നിന്റെ പ്രശ്നം? പൂജ നന്നായി നടക്കുന്ന പോലെ നീയും നന്നായി നടക്കേണ്ടതല്ലേ? പോക്കറ്റ് സൂക്ഷിച്ചോ, അല്ലെങ്കിൽ കാശ് നഷ്ടമാവും. ഞാനെന്താ നിന്നെ പോലെയാന്ന് വിചാരിച്ചോ? എന്റെ ഷർട്ടിലാകെ ഒരു പോക്കറ്റേ ഉള്ളൂ. നിന്നെ കണ്ടില്ലേ? മുകളിലൊന്ന്, ഈ സൈഡിലൊന്ന്, ആ സൈഡിലൊന്ന്, പോരാത്തതിന് പുറകെ ഒന്ന്. എനിക്ക് കാശിനോട് അത്ര ആർത്തിയൊന്നുമില്ല. ഓ, കാശിന്റെ കാര്യത്തിൽ ചെറിയച്ഛനായാലും വലിയച്ഛനായാലും എല്ലാരും ഒരുപോലെയാ. എന്താ കാര്യമെന്ന് പറ. ഇതേ നോക്ക്, ഇന്ന് പൂജാ സാധനങ്ങൾ കുറച്ചധികം വേണ്ടി വരും. നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ട് നിന്റെ ഭാര്യ വിളിച്ചെന്ന് പറഞ്ഞ് പോവരുത്. തിരുമേനി, പ്രസാദത്തിന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു. പിന്നെ പൂജാരിയോട് പറഞ്ഞിട്ട് മാംഗല്യ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ കൂടുതലല്ലേ, അതാ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി പോലീസിന്റെ സഹായം ആവശ്യമുണ്ടെന്ന് പറയാൻ പോവാ. നീ എന്തായി പറയുന്നേ? പോലീസ് വരാൻ മാത്രം ഇവിടെ ശ്രീചക്ര വൈഭവ പൂജയൊന്നും അല്ലല്ലോ നടക്കുന്നത്. ഗണേശ പൂജ ചെയ്യാൻ പറയുമ്പോൾ പിതാവായ ശിവനെ പൂജിക്കരുത്. ഞാൻ പറയുന്നത് കേൾക്ക്. അതിനാണ് നീയൊക്കെ ഇവിടെ ഉള്ളത്. നീയൊന്നും രാജാവ് ചെയ്യേണ്ട ജോലി ചെയ്ത് വലിയ ആളാവാൻ നോക്കരുത്. ഇനി ഇത് ആവർത്തിച്ചാൽ ചിലപ്പോ പണിയുണ്ടായെന്ന് വരില്ല, കേട്ടോടാ. അതല്ല തിരുമേനി, അത് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമെന്ന് വിചാരിച്ചാ. ഞാനിവിടെ ഉള്ളപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്രയും വർഷം ഉണ്ടായില്ലല്ലോ, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. കുറച്ചു നേരത്തേക്ക് പൂജാമുറിയിലേക്ക് ആരെയും കടത്തിവിടണ്ട. കടത്തിവിടണ്ടെന്നോ? അതെ, ആരെയും കടത്തിവിടണ്ട എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കുറച്ചു നേരത്തേക്ക് ദേവീ ദർശനം ആർക്കും അനുവദനീയമല്ല. എനിക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. പറഞ്ഞത് മനസ്സിലായല്ലോ? എടാ പരമേശ്വര, ഇയാള് വന്ന് ഈ ക്ഷേത്രം മുഴുവൻ വിഴുങ്ങുമെന്നാണല്ലോ തോന്നുന്നേ. പോട്ടെ, വിട്. വെറുതെ എന്തിനാ ഓരോരോ പ്രശ്നങ്ങള്. നിനക്ക് ഈ നാടിഷ്ടായോ? നിന്റെ നാട്, ഈ വീട്, നിന്നെ, നിന്റെ അമ്മയെ, എല്ലാവരും എനിക്കിഷ്ടമായി. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? സ്നേഹിക്കുന്ന പെണ്ണിന്റെ കാൽപാദങ്ങളുടെ മുകളിലൂടെ നടന്ന ആ സ്നേഹം സഫലമാകുന്ന. രാഖി, എന്താ? നമുക്കൊരു കാര്യം ചെയ്താലോ? പറഞ്ഞു. ഓടിയാലോ? ഓടാനോ? ക്ഷേത്രം ഇവിടെ അടുത്താണല്ലോ. എനിക്കിപ്പോ ഓടാനാ തോന്നുന്നേ. ഓടിയാലോ? ഓടാം. കാൽപ്പാട് പോയല്ലോ, ഇനി നിങ്ങൾക്ക് അവളെ കിട്ടില്ലേ? ആ ദേവി എന്നെ ഒരിക്കലും ചതിക്കില്ല. അതും ശരിയാ. അമ്മയോട് എന്ത് ചോദിച്ചാലും സാധിച്ചു തരും. അങ്ങനെയാണോ കൂട്ടുകാരാ? നീ എന്താ ദേവിയോടൊന്നും പ്രാർത്ഥിക്കുന്നത്? ശാസ്ത്രികൾ മരിക്കണം, സുന്ദരിയുടെ ആത്മാവിന് ശാന്തി കിട്ടണം, പിന്നെ രാഖി നന്നായിരിക്കണം. എന്താണ് ഒരു സങ്കടം? രാഖിയെ പറ്റി സംസാരിക്കുമ്പോ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ വന്നേ.
ഇപ്പോൾ അവിടത്തേക്ക് സമാധാനമായോ ത്രിപുര സുന്ദരി ദേവി? നോക്കൂ, ദേവിയുടെ ഈ ഭക്തൻ ദേവീ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതെ, ദേവി തന്നെയാണ് ചെയ്യിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ എല്ലാം ആ ശ്രീചക്രത്തിന് വേണ്ടിയാണ്. എനിക്കറിയാം മോശപ്പെട്ട കാര്യമാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പോ തെറ്റേത് ശരിയേത് എന്ന് ആലോചിക്കാനുള്ള സമയം എനിക്കില്ല. ശ്രീചക്രം മാത്രമാണ് ഇപ്പോൾ എന്റെ കൺമുന്നിലുള്ളത്. മറ്റൊന്നും ഞാൻ കാണുന്നില്ല ദേവി. ക്ഷമിക്കൂ, എനിക്ക് മാപ്പ് തരൂ മഹാദേവി. മഹാദേവി, 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 എന്നോട് ക്ഷമിക്കൂ. എന്നോട് ക്ഷമിക്കൂ ദേവി. അമ്മേ ദേവി, ഈ കൈകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഭക്തനോട് ക്ഷമിക്കണേ ദേവി. അമ്മേ, ഞാൻ വന്ന കാര്യം പൂർത്തിയായ അമ്മേ. ഇപ്പോ ദേവിയുടെ സുമംഗലി പൂജ തടസ്സപ്പെട്ടിരിക്കുന്നു. സുമംഗലി പൂജ പൂർത്തിയാകാതെ ദേവിക്ക് ലഭിക്കേണ്ട ശക്തി ലഭിക്കില്ലല്ലോ. ശ്രീചക്രവും രക്ഷിക്കാനാവില്ല. ഈ സമയത്തിനുള്ളിൽ ശ്രീചക്രം നേടാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ നോക്കും. അമ്മേ, എനിക്കിത് പൂർത്തിയാക്കാനായി അമ്മയുടെ എല്ലാ അനുഗ്രഹവും കൂടി വേണം. അമ്മയുടെ ഈ ഭക്തനെ അനുഗ്രഹിക്കൂ ദേവി. ആശീർവദിക്കൂ, ആശീർവദിക്കൂ. മനസ്സിനെന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. ക്ഷേത്രത്തിലേക്ക് കാല് വച്ചത് മുതൽ എന്തോ അപശകുനം സംഭവിച്ചതുപോലെ. എന്തായിരിക്കും അത്? അത് പോട്ടെ, ആദ്യം പോയി ദേവിയെ ദർശിച്ചിട്ട് വരാം. സ്വാമി, സ്വാമി, അഗ്നി അണഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചു? എല്ലാം സാധിക്കും രുദ്ര.
ഒരു നിമിഷം കൊണ്ട് മനുഷ്യൻ തന്റെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ട് ആ ദൈവത്തെ തന്നെ വെല്ലുവിളിക്കും. ഇപ്പൊ നമുക്ക് ഈ നാട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല രുദ്ര. തിരുമേനി പറഞ്ഞിരുന്നു നിന്നോളം ശക്തിയുള്ള ഒരുവൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന്. സത്യമാണോ? സത്യമാണ്, വന്നിട്ടുണ്ട്. ആരാ വന്നത്? എന്തിനു വേണ്ടി വന്നു? അവൻ എന്താ ഇവിടെ കാര്യം? സ്വാമി, നാഗകന്യയ്ക്ക് വേണ്ടിയുള്ള ഈ യാത്രയിൽ എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും സാരമില്ല, ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും. അവളെ ഇവിടെ വെച്ച് തന്നെ ബലി കൊടുക്കണം. അതുകൊണ്ടാണ് രുദ്ര ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. ശരി, വാ പോകാം. എതിരാളി തടസ്സം മറികടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു മണികണ്ഠ. ദേ ആ ദിശയിലൂടെയാണ് അവർ വരുന്നത്. വരട്ടെ, ഈ തോക്ക് വെച്ച് അവന്റെ ജീവൻ ഞാൻ എടുക്കും കിരാത. മണ്ടത്തരം കാണിക്കരുത് മണികണ്ഠ. അവരെന്തിനാണ് വന്നത്? അവരുടെ ലക്ഷ്യം എന്താണ്? അവർ ഈ ഗ്രാമത്തിൽ എത്ര നാൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ മണികണ്ഠ? അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോകുകയാ? അവനെ ഒറ്റയടിക്ക് കൊന്നുകളയണം. നിന്റെ ജീവൻ നിനക്ക് നഷ്ടപ്പെടും. അവനോട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. തിരുമേനിയും കൂടെ വരട്ടെ. ഇനി നീ ശ്രീചക്രത്തിന് വേണ്ടിയാണ് ഈ ഗ്രാമത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ എത്രയും വേഗം വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോയിക്കോളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ ദേവിയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കും ഞാൻ. അയ്യോ ദൈവമേ, തീ എവിടെ? ആരുമില്ലേ? വിദ്യ, അമ്മ, സരോജം, വിക്രം എല്ലാരും ഒന്ന് വന്നേ. തീ പിടിച്ചു. തീ പിടിച്ചിരുന്നു. ഞാനേ ഇപ്പൊ വെള്ളം ഒഴിച്ചത് അടച്ചത്. എടാ ശേഖർ, ഇത് നല്ല ശകുനമല്ല. എന്താടാ ഇത്? എങ്ങനെയാടാ പൂജാമുറിയിൽ തീ പിടിച്ചത്? അമ്മേ, എന്തൊക്കെ പരീക്ഷണമാ ഞങ്ങൾക്ക് തരുന്നത്? എന്താ ഇതെല്ലാം? ശേഖർ, അങ്ങോട്ട് നോക്ക്. ദേവിയുടെ താലി മുറിഞ്ഞു വീണു. എന്നെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? ഇല്ലമ്മേ, ഇത് തീർച്ചയായും ഒരു അപശകുനമാണ്. ശ്രീചക്രം അപഹരിക്കണമെന്ന് വിചാരിക്കുന്നവരാ ഇതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോ അവര് തന്നെയായിരിക്കും കാരണം. എനിക്ക് ഉടനെ തന്നെ അമ്പലത്തിലേക്ക് പോകണമെന്ന് തോന്നുന്നു. ദേവി വിഗ്രഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതിന്റെ ലക്ഷണങ്ങളാണെന്ന് തോന്നുന്നു. അബദ്ധവശാൽ തീപിടുത്തം ഉണ്ടായേക്കാം. പക്ഷേ തിരുവാഭരണം അഴിഞ്ഞു വീഴുവാന്ന് വെച്ചാൽ മറ്റന്നാൾ അമ്മയുടെ സുമംഗലി പൂജയാണ്. സുമംഗലി പൂജയ്ക്കും ഈ താലി മുറിഞ്ഞു വീണതിനും ശ്രീചക്രം അപഹരിക്കാൻ ശ്രമിക്കുന്നവർക്കും ഇത് എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വിദ്യ, നീ ഇവിടെ നിൽക്ക്. അമ്മയുടെ നിന്നോളൂ. ഞങ്ങൾ അമ്പലം വരെ പോയിട്ട് ഇതാ വരുന്നു. വരൂ, പോകാം. വഴിയെ പോകുന്നവർക്കൊക്കെ വന്നു കയറാൻ ഈ ചക്രാപുരി നിന്റെ അമ്മയുടെ വീടാണെന്ന് കരുതിയോടാ? ഈ ചക്രാപുരി ഗ്രാമം ഭരിക്കുന്നത് ഞാനാടാ. ഇവിടെ എന്താപത്ത് വേണമെങ്കിലും സംഭവിക്കാം. നീ വളരെയധികം ശ്രദ്ധിക്കണം രുദ്ര. ആരോ നമ്മളെ തടയാൻ വരുന്നത് പോലെ തോന്നുന്നു. വരട്ടെ, ആരാ വരുന്നതെന്ന് എനിക്കും കാണണം. വഴിമാറ്. മാറിയില്ലെങ്കിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും. എന്നാൽ അതൊന്ന് കാണട്ടെ. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. എന്നിലുള്ള ശക്തി നീ അറിഞ്ഞിരുന്നെങ്കിൽ
ഞാനുള്ളിടത്ത് നിന്റെ നിഴല് പോലും പതിയില്ലായിരുന്നു. എന്റെ ശക്തിയെക്കുറിച്ച് നിനക്ക് ചെറുതായിട്ടെങ്കിലും ധാരണയുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ വഴിക്ക് വരില്ലായിരുന്നു. വീമ്പ് പറയുന്നത് എന്തിനാ? എന്റെ ശക്തിയെക്കുറിച്ച് നിനക്കറിയില്ല. എന്നെപ്പറ്റി നിനക്കൊന്നും അറിയില്ല. നിന്റെ പേര് ഭൈരവൻ, കാലരുദ്രനെ ആരാധിക്കുന്നവൻ, അപാരമായ മന്ത്രശക്തികൾ തപസ്സിനാൽ നേടിയിട്ടുള്ളവൻ. നാഗമാണിക്യം അന്വേഷിച്ച് വന്നതാണല്ലേ? പേര് കാലഭൈരവൻ, സിദ്ധീശ്വര കിരാതൻ, മന്ത്രതന്ത്ര വിദ്യകളിൽ അഗ്രഗണ്യൻ. ശ്രീചക്രം നേടാൻ ആഗ്രഹിക്കുന്നവൻ. നമ്മൾ രണ്ടുപേരും തുല്യ ശക്തികളാണ്. മന്ത്രതന്ത്ര വിദ്യകളെല്ലാം പയറ്റിത്തെളിഞ്ഞവർ. വെറുതെ എന്തിനാണ് ഭൈരവ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കി പിരിയുന്നത്? ഞാനും അത് തന്നെയാണ് പറയാൻ ആഗ്രഹിച്ചത്. ആരോ ശത്രുപക്ഷത്തു നിന്ന് നമ്മെ തടുക്കുകയാണെന്ന് കരുതി ഞാൻ തെറ്റ് ചെയ്തു. ഇവിടെ എനിക്ക് ശത്രു ഉണ്ടെന്നത് സത്യമാണ്. പക്ഷെ അതൊരിക്കലും നീയല്ല. ശ്രീചക്രത്തിനടുത്തേക്ക് പോകില്ല എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നെങ്കിൽ മാത്രമേ കടത്തിവിടൂ. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ശക്തിയല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി എന്റെ ശക്തി നിങ്ങൾ കണ്ടോളൂ. ശ്രീചക്രം സ്വന്തമാക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ തന്നെ പോകാൻ തയ്യാറാണ്. ഭൈരവ, ഞങ്ങൾ മഹത്തായ ഒരു കർമ്മത്തിന് പുറകെയാണ് ഇപ്പോൾ ഉള്ളത്. ആ കർമ്മത്തിന് നിങ്ങൾ കാരണം യാതൊരുവിധ തടസ്സവും ഉണ്ടാകരുത്. നിങ്ങൾ അന്വേഷിച്ചു വന്ന നിങ്ങളുടെ ശത്രുവിനെ കണ്ടുപിടിക്കാൻ ഞങ്ങളും നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് എന്നെ കൊണ്ടാകുന്ന സഹായം ഞാനും ചെയ്യാം. രണ്ടപാരമായ ശക്തികൾ ഒന്നിച്ചു ചേരുക എന്ന് വെച്ചാൽ ഇനി ഇവിടെ നടക്കാൻ പോകുന്നതെല്ലാം ഒരു മഹാപ്രളയം തന്നെ ആയിരിക്കും ഭൈരവ. ഈ ഒരു ദൗത്യത്തിൽ നമ്മൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ മതിയാകൂ. വരൂ കിരാത. മഹാദേവി, ഇനി നിനക്ക് എന്ത് ചെയ്യാനാകും? രണ്ട് മഹാശക്തികളാണ് ഇവിടെ ഒന്നിച്ചിരിക്കുന്നത്. ഇനി നിനക്ക് രക്ഷയില്ല ത്രിപുര സുന്ദരി. രണ്ട് ശക്തികളും ഒന്നു ചേരുമ്പോൾ ആ ദേവിയുടെ ശക്തി കുറഞ്ഞേ മതിയാകൂ. ഇപ്പോൾ തന്നെ ആ ദേവിയുടെ ശക്തി കുറയാൻ തുടങ്ങിയിരിക്കുന്നു. അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ചത് നടന്നേ പറ്റൂ. പൂജാരി, എൻ്റെ മനസ്സിനൊരു സമാധാനവും ഇല്ല. ഒരുപാട് വർഷങ്ങളായി ഞാനിവിടെ ജോലി ചെയ്യുന്നുണ്ട്. എനിക്കൊരിക്കലും ഇങ്ങനെ തോന്നിയിട്ടില്ല. ഇത്തവണ എന്തോ തെറ്റ് സംഭവിക്കാൻ പോകുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു. പരമേശ്വര, നടക്കാൻ പോകുന്നത് സുമംഗലി പൂജയാ. എന്ത് തടസ്സങ്ങൾ നേരിട്ടാലും പൂജകൾ ഭംഗിയായി നടന്നിരിക്കും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും എനിക്ക് എന്തോ ഒരു വല്ലായ്മ പോലെ. ഓ, നിനക്ക് എപ്പോ നോക്കിയാലും ഇതേ പറയാനുള്ളോ? ഒന്നും മിണ്ടാതിരിക്കേ, ഒന്നും സംഭവിക്കില്ല. ഓടി നടന്ന് പൂജ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നല്ലേ, അതാ നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ഭയന്നോടി വരുന്നത്? ഇവരൊരു വലിയ തലവേദനയാ. ഒരു നാടക കമ്പനി പോലെയാ ഇവര്. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇന്ന് എന്താ പ്രശ്നം നോക്കാം. ഡാ, നീ വായടക്കടാ. എന്തിനാ ഞങ്ങളുടെ ചേട്ടനെ വെറുതെ കളിയാക്കുന്നേ? പൂജാരി, പൂജാരി, അമ്പലത്തിലെ പൂജാമുറിയിലിരിക്കുന്ന വിഗ്രഹത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു. അന്യായം നടന്നിരിക്കുന്നു. എന്താ ശേഖര, എന്താ ഇങ്ങനെ ഭയക്കുന്നേ? എന്ത് അന്യായമാ സംഭവിച്ചത്? വീട്ടിലുണ്ടായിരുന്ന ദേവി വിഗ്രഹത്തിന്റെ താലി അഴിഞ്ഞു വീണു. അവിടെ തെയ്യം പിടിച്ചു. അയ്യോ ദൈവമേ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ? വീടാകെ ഇത്രേ ഉള്ളൂ. തിരി കത്തിച്ചിട്ട് തീക്കൊള്ളി അവിടെ ഇട്ട് കാണും. അപ്പൊ തീ പിടിച്ചതായിരിക്കും. നിങ്ങൾക്കൊന്നും ഒരല്പം പോലും ശ്രദ്ധയില്ല. പിന്നെ താലി പട്ടുനൂലിലൊന്നും അല്ലല്ലോ കെട്ടിയത്. പഴയ ഏതെങ്കിലും നൂലിലായിരിക്കും. അത് മുറിഞ്ഞു പോയിരിക്കും. അതിനാണോ ഈ ഡ്രാമ കാണിക്കുന്നേ? ഇല്ല ഇല്ല ഇല്ല, ദേവി വിഗ്രഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
ഉറപ്പായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ദേ നോക്ക് ശേഖർ, വെറുതെ തമാശ കളിക്കരുത്. സാക്ഷാൽ ദേവി എന്താ നിങ്ങളുടെ വീട്ടിലെ വിഗ്രഹത്തിന് മേലെ വന്നിരുന്നോ? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേട്ടാ. ഇനി ചിലപ്പോ നിങ്ങൾക്ക് വല്ല കൈപ്പഴയും പറ്റിയതാണെങ്കിലോ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാരണമല്ലേ സംഭവിച്ചത്. എന്താ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവരുടെ വിശ്വാസം അവർക്ക് വലുതല്ലേ. ഒരു തവണ പോയി നോക്കുന്നതിൽ എന്താ തെറ്റ്? ദേ നോക്ക്, നിങ്ങൾ ഈ നാട്ടിൽ പുതുതായിട്ട് വന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, മിണ്ടാതിരിക്കണം. അല്ല, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഉറപ്പായും ദേവിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ സംഭവിക്കുക? ഒരിക്കലും ഇങ്ങനെ നടന്നിട്ടേ ഇല്ല. പരമേശ്വര, ശേഖരൻ പാവം തന്നെയാ, പക്ഷെ ഒരിക്കലും കള്ളം പറയില്ല. അവന്റെ വിശ്വാസമാണ് വലുത്. നീ ചെന്നൊന്ന് നോക്കുന്നതിൽ എന്താ തെറ്റ്?